ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീഡിയോയുടെ ഇൻട്രോ ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണെന്ന്. തമ്പനയിൽ കണ്ടപ്പോഴും മനസ്സിലായി കാണും. മറൈൻ അക്വേറിയമാണ് കേട്ടോ. നമ്മുടെ ആശ്രാമം മൈതാനത്ത് ദ ഓഷ്യൻ എന്നും പറഞ്ഞിട്ട് മറൈൻ അക്വേറിയവും അതിനകത്ത് റോബോട്ടുകളുടെ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം അണിയിച്ചൊരുക്കിയിട്ടുള്ള ഒരു സൂപ്പർ ഫെസ്റ്റാണ്. അപ്പം നല്ല ഉച്ച സമയമാണ് കേട്ടോ. നല്ല വെയിലടിക്കുന്നുണ്ട്. പിന്നെ പാട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓൺ വോയിസ് അല്ല, ഇത് വോയിസ് ഓവറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 150 രൂപയാണ്. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. അപ്പം ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഹോളിഡേ ദിവസം രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെയും, വർക്കിംഗ് ഡേ ദിവസം ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. അപ്പം നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ അകത്തോട്ട് കയറുവാണ്. നമ്മളങ്ങനെ അകത്തോട്ട് കയറി വരുമ്പം തന്നെ കാണുന്നത് വലിയൊരു ഹാളിനകത്ത് കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിറയെ ബേഡ്സിനെ തുറന്നു വിട്ടിരിക്കുകയാണ് കേട്ടോ. അത് കാണാൻ തന്നെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് കയറി ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയതാണ്ട് ഈ രഥം അങ്ങനെയൊക്കെ വേണേൽ പറയാം. അങ്ങനത്തെ കുറേ വേറൊരു രഥവും കൂടെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീലൊക്കെ എടുക്കാൻ പറ്റിയ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. പക്ഷേ ഈ ഒരു ഹാളിനകത്ത് ഫുള്ള് ബേഡ്സിനെയൊക്കെ ഓപ്പൺ ആക്കി വിട്ടേക്കാണ്. കുറേ പ്ലാന്റുകളൊക്കെ അവിടെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സൺകുന്യൂർ, ലോറിഗേറ്റ് അങ്ങനത്തെ പല പല ബേഡ്സിനെയൊക്കെ ഇങ്ങനെ തുറന്നു വിട്ടേക്കുക. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ രഥം. ഇത് അടിപൊളിയാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ കയറിയിരുന്ന് റീൽസൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് റീൽസൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബേഡ്സിനെയൊക്കെ ഇങ്ങനെ മാവിലും അങ്ങനത്തെ കുറേ ഫ്രൂട്ട്സും ഒക്കെയാണ്, മാവും അങ്ങനത്തെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഇരിക്കുന്ന കോക്ടെയിൽ അത് ഇതിനെ ഇവർ പറത്തി വിടും. അപ്പോൾ കാണാനാണ് കേട്ടോ അടിപൊളി. ഇങ്ങനെ പിന്നെ പറന്ന് പോകുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇത്ര അടുത്ത് നമ്മളിങ്ങനെ ഡയറക്റ്റ് നമ്മൾ കൂട്ടിനകത്ത് കിടക്കുന്നതെല്ലാം കണ്ടിട്ടുള്ളൂ ഇന്നേ വരെ ഫെസ്റ്റിനൊക്കെ. അപ്പം ഇത് നല്ല രസമാണ്, ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ടൊക്കെ വാ. ഇനി കാഴ്ചകൾ ആരും സ്കിപ്പ് ചെയ്തൊന്നും പോകരുത് കേട്ടോ. ഇത് നമ്മുടെ കൂടെ വന്ന നമ്മുടെ ഗസ്റ്റ് ആണ് കേട്ടോ. ഇറ്റാലിയൻ ഗസ്റ്റാണ് ഇവർ. അവരും കയറി അവർക്ക് ഭയങ്കരമായിട്ട് ഫെസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ആരും സ്കിപ്പ് ചെയ്തൊന്നും പോകരുത്. വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊക്കെ എനിക്കറിയാം, എന്നാലും ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അകത്തോട്ട് കയറാം. ഇനി അകത്ത് വേറെ സെക്ഷനുണ്ട്. റോബോട്ടുകളുടെ ഒരു സെക്ഷനാണ് ഈ ഒരു അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. റോബോട്ടുകളാണല്ലോ ഇപ്പം പല ഓഫീസുകളായാലും നമ്മുടെ റോബോട്ടിക് യുഗമാണല്ലോ. അപ്പം കുറേ റോബോട്ടുകളൊക്കെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. ഡാൻസ് കളിക്കുന്നതും അങ്ങനെ ഷേക്ക് ഹാൻഡ് തരുന്നതായിട്ടുള്ള പല രൂപത്തിലുള്ള റോബോട്ടുകൾ, ജോലി ചെയ്യുന്നതുമായിട്ടുള്ള റോബോട്ടുകളും അങ്ങനെയൊക്കെയാണല്ലോ. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഒരു പട്ടിക്കുട്ടിയെന്നൊക്കെയുള്ള ഇതിലാണ് കേട്ടോ. അത് ഡാൻസ് ചെയ്യുകയും ചാടുകയും ഷേക്ക് ഹാൻഡ് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ഒരു റോബോട്ടാണ് ഈ കാണുന്നത് നമ്മൾ. അപ്പോൾ നമ്മുടെ റോബോട്ട് വന്ന് ഷേക്ക് ഹാൻഡും ഒക്കെ തരും. നമ്മൾ കൈയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഷേക്ക് ഹാൻഡും കാര്യങ്ങളൊക്കെ തരുന്ന കണ്ടില്ലേ, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ടല്ലേ. ഇത് നമ്മുടെ ഒരു പട്ടിക്കുഞ്ഞിനെ, ഡോഗിനെ പോലത്തെ ഒരു റോബോട്ടാണ്. അത് ഡാൻസ് കളിക്കുകയും എല്ലാം ചെയ്യും. സംഭവം ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. റോബോട്ടുകളും ഈ റോബോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള റോബോട്ടാണ്. അത് ഡാൻസ് കളിക്കുകയും പുഷപ്പ് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു റോബോട്ടാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇങ്ങനെയുള്ള റോബോട്ടുകളൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമയിലെ റോബോട്ടുകൾ ജോലി ചെയ്യുന്നതും അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ റോബോട്ടൊക്കെയായിട്ട് മറ്റേ നമ്മുടെ പേന കൊണ്ട് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ
പ്രോഗ്രാം ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റെക്കോർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതുമല്ല. അപ്പോൾ നമ്മുടെ സെയിം ഹാൻഡ് റൈറ്റിങ്ങിൽ നമ്മുടെ റോബോട്ട് നമുക്ക് പേരെഴുതി തരും. അത് നമ്മുടെ ഫോണും കാര്യങ്ങളുമൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മത്സ്യകന്യകയെന്ന് കേട്ടിട്ടുണ്ട്. ഇത് മത്സ്യകന്യകനാണോ? ഇതിനകത്ത് മീനും ഉണ്ട്, അതുകൊണ്ടാണ് മത്സ്യകന്യകനെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്കൂബ ഡൈവിങ് ടീമാണെന്ന് തോന്നുന്നു. അപ്പം സ്കൂബ ഡൈവിങ് ചെയ്യുന്ന സംഭവമാണ്. ഇതിനകത്ത് കുറേ ഫിഷ് എടുക്കുന്നുണ്ട് കേട്ടോ. ഫിഷ് കുറച്ച് വലിയ ഫിഷാണ്, ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫെസ്റ്റ് കണ്ട് വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമുക്ക് കണ്ട മത്സ്യകന്യകയുടെ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. കുറേ ഫോട്ടോ സ്പോട്ടുകളും നമ്മുടെ ഫെസ്റ്റിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ടണൽ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. ഇതിനകത്ത് 2 സൈഡിലും മീനാണ്, കടൽ മത്സ്യങ്ങളും എല്ലാം ഉണ്ട്. സംഭവം കാണാൻ അടിപൊളിയാണ്. പല വെറൈറ്റി മത്സ്യങ്ങൾ. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ചിലതിൻ്റെയൊക്കെ പേരറിയാം. നമ്മളെ അരയപ്പമ്മ അങ്ങനത്തെ കുറേ ഫിഷുകൾ, പിന്നെ പിരാനയുണ്ട്, അരയപ്പമ്മയുണ്ട്, അങ്ങനത്തെ കുറേ ഫിഷുകളുണ്ട് കേട്ടോ. കുറേ ഫിഷുകളൊക്കെ ഉണ്ട്. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇനി നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യകന്യകയാണ്. മത്സ്യകന്യകയുടെ ഡ്രസ്സൊക്കെ ഇട്ട് അവർ വന്ന് വെള്ളത്തിലൂടെ സ്വിം ചെയ്യുന്ന ഒരു ഷോയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള വെറൈറ്റി കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ പോയി കാണണം കേട്ടോ. 150 രൂപയ്ക്ക് വലിയ നഷ്ടമൊന്നുമില്ല. കാണാനുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഓണം കഴിയുന്നിടം വരെ എന്തായാലും ഫെസ്റ്റ് കാണുമായിരിക്കും. അപ്പം ഓണത്തിനൊക്കെ വെക്കേഷനൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്ന കുറേ ഫെസ്റ്റുകൾ നമ്മുടെ ആശ്രാമം ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ ഓണത്തിന് മുന്നേടെയായിട്ട് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിലും വന്ന് മേടിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം പിന്നെ ഇനി നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സ്റ്റാളുകളാണ് കേട്ടോ. കുറേ സ്റ്റാളുകളുണ്ട്. അത്യാവശ്യം എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം സ്റ്റാളുകളിൽ എല്ലാ സാധനവും കിട്ടുമല്ലോ. പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളും പിന്നെ ഫർണിച്ചറുകളും അങ്ങനത്തെ കുറേ സ്റ്റാളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. പിന്നെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ വേണേ. അപ്പം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം.
അപ്പോൾ ഇതൊക്കെയാണ് അകത്തെ കാഴ്ചകൾ. ലാസ്റ്റ് നമ്മുടെ ഫുഡ് കോർട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തേക്കുന്നത്. അവിടെ എല്ലാ ഫുഡുകളും, നാടൻ ഫുഡുകളും അല്ല നോർത്ത് ഇന്ത്യൻ ഫുഡുകളും എല്ലാം ഉണ്ട്. അപ്പം ഫുഡ് കോർട്ടും ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും പിന്നെ ലാസ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിങ്ങിൻ്റെ സെക്ഷനാണ്. അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. കുറേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സാധനം, അതിനെല്ലാം സെപ്പറേറ്റ് ഓരോന്നിനും ഓരോ റേറ്റൊക്കെയാണ്. പിന്നെ നമ്മുടെ മരണക്കറെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്തുണ്ട്. അത് 100 രൂപയാണ്. അതൊന്നും ഓപ്പൺ ആയിട്ടില്ല, ഉച്ച സമയം ആയതുകൊണ്ട്. നമ്മൾ പോയതൊരു 11 മണി 12 മണി ആ ഒരു ടൈമിലാണ്. നല്ല വെയിലുമായിരുന്നു, അതിനകത്തൊന്നും കയറാനും പറ്റിയില്ല, നമ്മൾ കയറിയതുമില്ല. അപ്പോൾ ഇനിയൊരു ദിവസം എപ്പോഴെങ്കിലും വൈകുന്നേരം വരുമ്പോഴായിരിക്കും ഇതിനകത്തൊക്കെ കാണാനും ലൈറ്റും ഒക്കെ വരുമ്പോഴായിരിക്കും കാണാൻ നല്ല ഭംഗിയുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ്ഡ് ഓണാശംസകൾ കേട്ടോ. അപ്പം എല്ലാവരും പോയി ഫെസ്റ്റൊക്കെ കണ്ട് ഓണമൊക്കെ അടിച്ചു പൊളിക്ക്. ഓക്കെ, ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.